നമസ്കാരം. മാത്വി +1 +2 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 മാർച്ചിൽ നടക്കാൻ പോകുന്ന +2 പരീക്ഷയ്ക്ക് വേണ്ടി മാത്തമാറ്റിക്സിന്റെ റിവിഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2023 മുതൽ അങ്ങോട്ട് ബാക്കിലോട്ട് വരുന്ന മാർച്ചിലെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചാപ്റ്റർ വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പ്രോബബിലിറ്റി, LPP, 3 ഡയമെൻഷൻ ജോമെട്രി, വെക്ടർ ആൾജിബ്ര, അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്റഗ്രൽസിന്റെ ഒരു ലൈവ് ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ അല്ല, ഇന്റഗ്രൽസ് പഠിക്കാൻ ബേസിക് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിന്റെ ക്ലാസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ എലിപ്സ്. എലിപ്സിന്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. 4 മാർക്കിന്റെ ചോദ്യമാണ് അല്ലെ. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എഴുതി വെക്കേണ്ടത് എലിപ്സിന്റെ ഏരിയ എന്താണ്? πAB ആണ്. x² + y² + b² = 1 എന്ന് പറയുന്ന എലിപ്സിന്റെ ഏരിയ എല്ലാ സമയത്തും എന്താണ്? πAB ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്നത്, ഇവിടെ a എന്ന് പറയുന്നത് 3ഉം b എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. a² b² ആണ്. അപ്പൊ എയും ബിയും 6 ആണ് നമുക്ക് കിട്ടുക. 6 π ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ 4 മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ, നമ്മളത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആൻസർ കണ്ടുപിടിച്ച് പോവുക വേണം അല്ലെ. അപ്പൊ എലിപ്സിന്റെ ഇക്വേഷൻ, എലിപ്സിന്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വരച്ചു വെക്കാം. ഇത് ഇതുപോലെയാണ് നമ്മളൊരു എലിപ്സ് ഇരിക്കുക. ഇത് x² / a² + y² / b² = 4 എന്ന് പറയുന്ന എലിപ്സ്, മീൻസ് b = 1 എന്ന് പറയുന്ന എലിപ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. എല്ലാ ക്വാഡ്രന്റിലും ഈ ഒരു എലിപ്സിന് ഒരേ ഏരിയ ആണ്. ഞാൻ വരച്ചതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും എല്ലാ ക്വാഡ്രന്റിലും, ഇപ്പൊ ഈ കാണുന്ന ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഈ ഏരിയ തന്നെയാണ് സെക്കൻഡ് ക്വാഡ്രന്റിലും ഉണ്ടാവുക, തേർഡ് ക്വാഡ്രന്റിലും ഉണ്ടാവുക, ഫോർത്ത് ക്വാഡ്രന്റിലും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി വെക്കാം. റിക്വയർഡ് ഏരിയ ഓഫ് ദ എലിപ്സ് = 4 ടൈംസ് into area in first quadrant അല്ലെ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമ്മൾ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ റിക്വയർഡ് ഏരിയ കിട്ടും അല്ലെ. ഇനി നോക്കുക, ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സ് വാരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? 0 മുതൽ ഈ പോയിന്റ് വരെ അല്ലെ. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേജർ ആക്സിസിന്റെ എൻഡ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ വെർട്ടിക്സ് എന്നൊക്കെ നമ്മൾ പറയും. അത് ഏതായിരിക്കും? A0 ആയിരിക്കും അല്ലെ. A0 ഇവിടെ a എന്ന് പറഞ്ഞാൽ 9 ആയതുകൊണ്ട്, അത് a² എന്ന് പറഞ്ഞാൽ 9 ആയതുകൊണ്ട് ഇത് 30 ആണ് പോയിന്റ്. അപ്പൊ എക്സ് വാരി ചെയ്യുന്നത് എവിടെ മുതൽ എവിടം വരെയാണ്? ഇന്റഗ്രൽ എക്സ് വാരീസ് ഫ്രം 0 to 3 അല്ലെ. ഇനി y dx എന്നാണ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഏരിയ ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടുന്ന് y എന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. y എന്തായിരിക്കും? y² / 4 എന്ന് പറയുന്നത് 1 - x² / 9 ആണ്. ശരിയല്ലേ? ഇനി ഇതിനെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ നമുക്ക് 3² - x² / 9, അതിന്റെ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3² ആണ്. നമ്മൾ 9 എന്നുള്ള 3² എന്ന് എഴുതിയതാണ്. y² എടുക്കുമ്പോൾ എന്ത് കിട്ടുള്ളൂ? y² = 4/9 × 3² - x² എന്ന് കിട്ടും. ശരിയല്ലേ? y കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് എടുക്കുക, എല്ലാത്തിനും റൂട്ട് എടുക്കണം. 4ന്റെയും 3ന്റെയും 9ന്റെയും റൂട്ട് 2/3 എന്ന് വരും. √3² - x² എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വൈക്ക് പകരം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. എ എന്ന് പറയുന്നത് ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് കേട്ടോ. അതാണ് നമ്മളിപ്പോ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ A = ഇന്റഗ്രൽ 0 to 3 2/3 × √3² - x² dx. ഓക്കെ, ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തത്. 2023 മാർച്ചിലെ ചോദ്യമാണ്. ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പെഷ്യൽ ഫോർമുലയൊക്കെ ഇന്റഗ്രൽസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഡിലീറ്റഡ് പോർഷൻ ആണ്. ശരിക്കും ഈ ഒരു ഫോർമുല നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഏരിയ ഓഫ് കർവ് കണ്ടുപിടിക്കാൻ എലിപ്സിന്റെ ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചതാണ് 2023 തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾ, ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. ആ ഫോർമുല ഞാൻ ഇവിടെ എഴുതാം. ഇന്റഗ്രൽ √a² - x² dx. ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോ. x/2 × √a² - x² plus a² / 2 × sin inverse x/a.
ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും നോക്കൂ. ഇവിടെ എ എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 2/3 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 0 to ഇന്റഗ്രേറ്റ് ചെയ്താൽ പിന്നെ 0 to 3 എഴുതണ്ടല്ലോ അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്യാണേ x/2 into root of 3 square minus x square plus a square by 2, 3 square by 2 into sin inverse x/3. ലിമിറ്റ് 0 to 3 കൊടുക്കണം. 0 to 3 ലിമിറ്റ് കൊടുക്കാം. That is equal to എന്ത് വരും നോക്കൂ, 2/3 into അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇവിടെ 3 square minus 3 square ആ ടേം 0 ആയി പോകും. പ്ലസ് 3 square by 2 into sin inverse 1 എന്ന് വരും അല്ലെ. അപ്പൊ 9/2 into sin inverse 1 എന്ന് കിട്ടും. അത് π/2 ആണ് നമുക്കറിയാം. പിന്നെ മൈനസ് ആ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് ഉള്ളതുകൊണ്ട് ഈ ടേം 0 ആയി പോകും. ഇവിടെ സൈൻ ഇൻവേഴ്സ് 0 അതും 0 ആയി പോകും. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ടും 0 ആണ്. Therefore this is equal to 2/3 into 9/2 into π/2. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2 അല്ലെ. ഈ 2 കട്ട് ചെയ്ത് കളയാം. ഈ 9ഉം 3ഉം കട്ട് ചെയ്തിട്ട് ഇവിടെ 3 വരും. ആൻസർ വരിക 3π/2 എന്നാണ്. ഓക്കെ, 3π/2 എന്ന ആൻസർ വരും. ഇത് ഏരിയ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലെ. Therefore ഏരിയ ഓഫ് ദ എലിപ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ ഓഫ് എലിപ്സ് equal to 4 times area in first quadrant. That is 4 times 3π/2. That is equal to ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ 2 എന്ന് വരും, 6π. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 6π തന്നെയാണ് നമുക്കിവിടെ ഏരിയ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എലിപ്സിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ π/AB എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ 6π എന്ന് കിട്ടും. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് അങ്ങനെ മാത്രം എഴുതരുത്. ഈ ഇന്റഗ്രേഷൻ നിങ്ങൾ ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം, ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to 2x between x equal to 0 and x equal to 2 and x axis. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ്. കർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈൻ ആണ് അല്ലെ. y equal to 2x ആണ്. x equal to 0ലും x equal to 2ലും ആണ് അതിന്റെ ലിമിറ്റ് വരുന്നത്. അപ്പോ ഇത് ഒന്ന് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം നമുക്ക്. ഈ ലൈനിന്റെ പ്രത്യേകത എന്താ? y equal to 2x ആയതുകൊണ്ട് അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. ഇതുപോലെ പോകുന്ന ലൈനാണ് y equal to 2x അല്ലെ. ഇനി ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ x equal to 0. x equal to 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ y ആക്സിസ് ആണ്. ഇതാണ് x equal to 0. അടുത്ത ബൗണ്ടറി എന്ന് പറയുന്നത് x equal to 2 എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ലൈനാണ് x equal to 2. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഈ കാണുന്ന ട്രയാങ്കിൾ ആയിരിക്കും. ഇതിന്റെ ഏരിയ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ശരിക്കും ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് വേണ്ട, ഇന്റഗ്രേഷൻ ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ ഇവിടെ ഇന്റഗ്രൽ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് അത് തന്നെ ചെയ്യാം. ഇത് ഈ ഒരു ലെങ്ത് എത്ര വരും? 2 വരും അല്ലെ. ഇവിടെ നിങ്ങളുടെ ലെങ്തോ ഇത് ഏതാ പോയിന്റ് വരിക? ഈ x equal to 2 ഈ ഒരു ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലെ. അപ്പോ y equal to 2 into x ന് 2 കൊടുത്താൽ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ ഈ പോയിന്റ് ഏതായിരിക്കും? 2, 4 ആയിരിക്കും അല്ലെ. അപ്പൊ ഈ ഹൈറ്റ് എത്രയാ? 4. അപ്പൊ ഏരിയ ഓഫ് ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഹാഫ് BH അല്ലെ. ഹാഫ് BH വെച്ച് ചെയ്യാം നമുക്ക്. ഹാഫ് BH എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് 2 ഹൈറ്റ് 4. കട്ട് ചെയ്ത് കളയുമ്പോൾ 4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം നമുക്ക്. ഇന്റഗ്രേഷൻ വഴി ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അഗെയിൻ എന്തിനാണ്? ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സിന്റെ വാല്യൂ വാരി ചെയ്യുന്നത് 0 to 2. ഓക്കെ, y dx. എപ്പോഴും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സംഗതി അല്ലെ. ഇനി y എന്താ നമുക്കറിയാം. ഈ ഒരു കർവിന് താഴെയുള്ള ഏരിയ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ y എന്താണ് നമുക്കറിയാലോ. എന്താ y? 2x. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇന്റഗ്രൽ 0 to 2 2x dx. ഇന്റഗ്രേറ്റ് ചെയ്തോളൂ. 2 into x square by 2 from 0 to 2. ഈ 2ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് കളയാം. അപ്പർ ലിമിറ്റ് 2 സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് 0 സ്ക്വയർ. 4 എന്ന് കിട്ടും ആൻസർ അല്ലെ. ഓൾറെഡി നമ്മൾ പറഞ്ഞ 4 തന്നെയാണ് ഇവിടെ ആൻസർ വരുന്നത്. സിമ്പിൾ അല്ലേ? ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y square is equal to 9x, x equal to 2, x equal to 4, x axis in the first quadrant. ഈ y square equal to 9x എന്ന് പറയുന്നത് y square is equal to 4ax എന്ന് പറയുന്ന പരാബോളയുടെ ടൈപ്പ് അല്ലെ. പരാബോളയുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. സ്റ്റാൻഡേർഡ് പരാബോളയാണ്. ഇതുപോലെ ഉണ്ടാവും. ഇതാണ് y square is equal to 9x. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് x equal to 2 എന്ന് പറയുന്ന ലൈൻ അത് ഇവിടെ ഉണ്ടാവും. x equal to 2.
ഇനി x ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ലൈൻ അത് ഇവിടെ ഉണ്ടാവും, x ഈക്വൽ ടു 4. ഇനി ഇൻ ബിറ്റ്വീൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതാണ് ഏരിയ, ഇത് ഈ കാണുന്ന റീജിയൻ ആണ് നമുക്ക് ആൻസർ അല്ലെങ്കിൽ ഏരിയ ആയിട്ട് പറയേണ്ടത്. അത് എന്തിനെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, ഈ പരാബോളയിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏരിയ അണ്ടർ ദ കർവ് അല്ലേ നമുക്ക് കിട്ടാം അല്ലെ. അപ്പൊ പരാബോളയിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ മുതൽ എവിടം വരെ? 2 മുതൽ 4 വരെ അല്ലെ. ഇന്റഗ്രൽ എക്സ് ഫ്രം 2 to 4. എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലും എൻഡ് ചെയ്യുന്നത് 4ലുമാണ്. 2 to 4 ആരെ ഇന്റഗ്രേറ്റ് ചെയ്യാം? y dx ചെയ്യാം അല്ലെ. അഗൈൻ വൈനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. വൈയുടെ വാല്യൂ എന്താ നോക്കൂ, y സ്ക്വയർ ഇസ് ഈക്വൽ ടു 9x ആണ്. അപ്പൊ y എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് 9x ആണ് അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 റൂട്ട് x ആണ് y. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ 2 to 4 3 റൂട്ട് x dx ദാറ്റ് ഇസ് ഈക്വൽ ടു 3 into റൂട്ട് x എന്ന് പറഞ്ഞാൽ x raised to 1/2. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 plus 1 by 1/2 plus 1 വരും. ഇത് 2 to 4 ശരിയല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 into x raised to 3/2 by 3/2. ഇത് 2 മുകളിലോട്ട് പോകും. അപ്പോൾ 6/3 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലെ. ലിമിറ്റ് 2 to 4 ഉണ്ട്, മറക്കരുത്. അപ്പോ 2 into x raised to 3/2 4 raised to 3/2 minus 2 raised to 3/2 എന്ന് വരും ശരിയല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 times 4 raised to 4ന്റെ റൂട്ട് എത്രയാ? 2 ക്യൂബ് 8 മൈനസ് ഇത് റൂട്ട് 2ന്റെ ക്യൂബ് 2 root 2 എന്ന് വരും അല്ലെ. അപ്പോ 8 minus 2 root 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ശരിയാണോ? ഈ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 16 minus 4 root 2 എന്ന് കിട്ടും അല്ലെ. ഇതായിരിക്കും നമ്മുടെ required area. Area in the first quadrant bounded by x equal to 2, x equal to 4 and y square equal to 9x. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. Find the area of the region bounded by the curve y square equal to x and the lines x equal to 1 and x equal to 4. സെയിം ടൈപ്പ് ആണ്. ഇതേ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് പരാബോളയാണ്. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇതാണ് y square equal to x എന്ന് പറയുന്ന പരാബോള. y square is equal to x from 1 to x to 4 അല്ലെ. ആൻഡ് ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എവിടെ തന്നെയാണ് വരിക? ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന റീജിയൻ തന്നെ, ഈ റീജിയൻ തന്നെയാണ് വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഫ്രം 1 to 4 ഓക്കെ 1 to 4 y dx. y എന്താ? റൂട്ട് എക്സ് അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 4 റൂട്ട് എക്സ് dx. x raised to 3/2 by 3/2 ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നത് 1 to 4 എന്ത് വരും നോക്കിക്കേ. 2/3 into 3/2 നമ്മൾ 2/3 എടുത്തിട്ടുണ്ട് ഡിനോമിനേറ്റർ ഉള്ളതായതുകൊണ്ട് 4 raised to 3/2 minus 1 raised to 3/2. 1 raised to 3/2 എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലെ. 2/3 into ഇവിടെ 4ന്റെ റൂട്ട് 2ന്റെ ക്യൂബ് 8 minus 1 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ ആൻസർ കിട്ടും? 14/3 എന്ന് കിട്ടും. 2 into 7 14/3 ആൻസർ കിട്ടും. 3 മാർക്കിന്റെ ചോദ്യമാണ്, ശ്രദ്ധിക്കണം. നാലാമത്തെ ചോദ്യം. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 1 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആ ഒരു ഫോർമാറ്റിൽ തന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. 1 മാർക്കിന്റെ ചോദ്യമാണ്. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു f of x, x ആക്സിസ് ആൻഡ് ദ ലൈൻ x ഈക്വൽ ടു a, x ഈക്വൽ ടു b എന്താണെന്നാണ് ചോദ്യം. ഇന്റഗ്രൽ a to b y dx അല്ലെ. ഇന്റഗ്രൽ a to b y dx ആണ് ആൻസർ വരിക. y എന്ന് പറഞ്ഞാൽ ഇവിടെ f of x dx എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അല്ലെ. 1 മാർക്കിന്റെ ചോദ്യമാണ്. ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ഓക്കെ, ഇത് 5ാമത്തെ ചോദ്യമായിരുന്നു കേട്ടോ. 1ാമത്തെ അല്ല, 5ാമത്തെ ചോദ്യമായിരുന്നു. 6ാമത്തെ ചോദ്യം നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും 1 മാർക്കിന്റെ ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു sin x ആൻഡ് ദ ലൈൻസ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു 2π അല്ലെ. sin x-ന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും. ഇത് എൻട്രൻസ് എക്സാമിനൊക്കെ സ്ഥിരമായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതാണല്ലോ sin x. sin x-ന്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കുക? 0 to 2π അല്ലെ. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇവിടെ π/2 വരും. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് π വരും. ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, 3π/2 വരും. ഇത് ഫോർത്ത് ക്വാഡ്രന്റ് 2π. ഓരോ ക്വാഡ്രന്റിലും നമ്മുടെ സൈനിന്റെ ഏരിയ, ഈ കർവിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ് കേട്ടോ. പഠിച്ചോളൂ. ഈ ഓരോ ക്വാഡ്രന്റിലും 1 യൂണിറ്റ് ആണ് ഏരിയ വരിക. അപ്പൊ ടോട്ടൽ ഏരിയ എത്രയാണ് നമുക്ക് കിട്ടുക? ഇവിടെ 4 ക്വാഡ്രന്റുകളാണുള്ളത് അല്ലെ. 4 യൂണിറ്റ്സ് ആണ്
ഏരിയ വരിക. ശരിയല്ലേ? ആദ്യമേ നമുക്കത് പഠിച്ചു വെക്കാം, എങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോ ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സൈനിന്റെ ഒരു പ്രത്യേകത എന്താ? സൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും പോസിറ്റീവ് ആണ് അല്ലെ, തേർഡിലും ഫോർത്തിലും സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മോഡുലസ് എടുത്തിട്ടൊക്കെ വേണം ഇത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, മാറിപ്പോകുന്നു ചെയ്യരുത്. അപ്പോ ഇത് സിമെട്രിക് ആയിട്ടുള്ള ഫിഗർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 ടൈംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി കേട്ടോ. അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് നേരിട്ട് ചെയ്തു കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇന്റഗ്രൽ 0 to 2π y dx ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. ഇന്റഗ്രൽ 0 to 2π y എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ആണ്, സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്താൽ ചെയ്യുന്നത് കിട്ടും മൈനസ് കോസ് എക്സ് ഫ്രം 0 to 2π അല്ലെ. നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്, മൈനസ് കോസ് 2π, കോസ് 2π മൈനസ് കോസ് 0 എന്താ വരിക? മൈനസ് കോസ് 2π എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ, മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാലും 1 ആണ്. ശരിയല്ലേ? ആൻസർ എന്ത് വരും? 0 എന്ന് കിട്ടും. ശരിയാണോ? പക്ഷെ ഏരിയ അങ്ങനെ 0 ആവോ? ഈ കാണുന്ന ഏരിയ ഇപ്പൊ യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഈ ഭാഗം 0 ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നേരിട്ട് നിങ്ങൾ ചെയ്യരുത്. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. അത് പോസിറ്റീവും നെഗറ്റീവും വരുന്ന ഏരിയ ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻസൽ ആയി പോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ഒരു ഫോർമാറ്റിലല്ല നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സൈനും കോസ് ഒക്കെ വരുന്ന സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യണേ, മറന്നു പോയത്. കാരണം താഴേക്കും ഏരിയ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എഴുതുമ്പോ ഇന്റഗ്രൽ 0 to π സൈൻ എക്സ്, സൈൻ എക്സ് പോസിറ്റീവ് ആയിട്ട് തന്നെ വരും അല്ലെ, പോസിറ്റീവ് തന്നെ. ഇനി π to 2π എഴുതുമ്പോൾ അവിടെ നിങ്ങൾ ഇത് എഴുതുക π to 2π മൈനസ് സൈൻ എക്സ് കൊടുക്കുക. എന്തിനാ മൈനസ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് മൈനസ് കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കി നോക്കൂ. സൈൻ എക്സിന് ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് ഫ്രം 0 to π. മൈനസ് ഇവിടെ ഉണ്ട്, പിന്നെ സൈൻ എക്സിന് ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ്, അപ്പൊ ഇത് പ്ലസ് ആയി, പ്ലസ് കോസ് എക്സ് ഫ്രം π to 2π. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് π മൈനസ് കോസ് 0 പ്ലസ് കോസ് 2π മൈനസ് കോസ് π. ഓക്കെ, ഇങ്ങനെ വരും. ശരിയല്ലേ? ഇനി എന്താണ് കോസ് π എന്ന് അറിയാലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോസ് π എന്ന് പറഞ്ഞാൽ -1 ആണ്, കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് കോസ് 2π എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് കോസ് π എന്ന് പറഞ്ഞാൽ -1 ആണ്. എന്ത് കിട്ടും നോക്കിക്കേ. ഇവിടെ ഇത് -2 into -1, അപ്പൊ ഇത് 2 എന്ന് കിട്ടും അല്ലെ. പ്ലസ് ഇവിടെയോ 1 + 1 2, ദാറ്റ് ഇസ് ഈക്വൽ ടു ആൻസർ വരിക 4 ആണ്. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. മോഡുലസ് എടുത്തിട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി സൈനിന്റെ ഒരു ക്വാഡ്രന്റിലെ ഏരിയ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. അപ്പൊ 4 ക്വാഡ്രന്റിലെയും കൂടെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആയിരിക്കും? 4 യൂണിറ്റ് ആയിരിക്കും. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, കൺഫ്യൂഷൻസ് ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും പുതിയ ഒരു സെഷനുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും, ഇതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഇന്റഗ്രലിന്റെ ഒരു വീഡിയോ നമ്മൾ ലൈവ് ആയിട്ട് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇനിയും വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ നോക്കുക, അഭിപ്രായങ്ങൾ പറയാനായിട്ട് നോക്കുക. നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക, കമന്റ്സ് ഒക്കെ നിങ്ങൾ വായിക്കും. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, മാത്ത് വി +1 +2 എന്ന് പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പ്രീവിയസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.